മഴ ഒരു വില്ലനായിട്ട് തന്നെ സംസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. 3 ജില്ലകൾക്ക് അതിതീവ്ര മഴ മുന്നറിയിപ്പും ലഭിക്കുന്നുണ്ട്. ഈ മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട്, അത് ശക്തമായിട്ട് വരുന്നതുകൊണ്ട് തന്നെയാണ് ഈ രോഗങ്ങളും പടർന്നു പിടിക്കുന്ന സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളൊന്നും തന്നെ ഇതുവരെ എടുത്തിട്ടില്ല എന്നുള്ളതും പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും രജനി, സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് തന്നെയാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇന്ന് 3 ജില്ലകൾക്ക് ഇന്ന് 3 ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തിയോടുകൂടിയുള്ള മഴയ്ക്കും കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രഖ്യാപനങ്ങളുണ്ട്. കൂടാതെ സംസ്ഥാനത്ത് ഇത്തവണ മൺസൂൺ നേരത്തെയാണ് ലഭിച്ചിട്ടുള്ളതെങ്കിലും അല്ലെങ്കിൽ മതിയായ മഴ ലഭിച്ചിട്ടില്ല എന്ന് വേണം പറയേണ്ടത്. ജൂൺ മാസത്തിൽ ഏതാണ്ട് 446 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് 238 മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. സമുദ്രത്തിലെ പല പ്രതിഭാസങ്ങൾ, എല്ലിന, ലാലിന പോലുള്ള പ്രതിഭാസങ്ങൾക്ക് അനുസൃതമായിട്ട് സംസ്ഥാനത്ത് അതിതീവ്ര മഴ ലഭിക്കുമെന്ന്, അല്ലെങ്കിൽ മഴയുടെ ലഭ്യതയിൽ കൂടുതൽ മഴ ലഭ്യമാകുമെന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ പ്രതീക്ഷകൾക്കൊക്കെ വിപരീതമായിട്ട് മഴയുടെ ലഭ്യത കുറഞ്ഞു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മഴ തീവ്രമായി തന്നെ ലഭിക്കുന്നുണ്ട്. ജൂലൈ മാസത്തോടു കൂടി തന്നെ ഈ അതിതീവ്ര മഴ അല്ലെങ്കിൽ മഴയുടെ ലഭ്യതയിൽ കൂടുതൽ ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മഴ ശക്തമാവുന്നതോടൊപ്പം തന്നെ രോഗങ്ങളും പടർന്നു പിടിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ നേരത്തെ രശ്മി കാർത്തിയൊക്കെ വാർത്ത തന്നിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട 6 ലക്ഷം രോഗികളാണ് ദിവസേന, ഒരുപക്ഷെ ജൂൺ മാസത്തിൽ വരെ 6 ലക്ഷത്തോളം രോഗികളാണ് പനി മാത്രമായിട്ട് ചികിത്സിക്കാനായി ആതുര സേവന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ആശുപത്രികളിൽ എത്തുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ഡെങ്കി, എലിപ്പനി പോലുള്ള പനികളും പടർന്നു പിടിക്കുന്നുണ്ട്. ഇതിനനുസൃതമായിട്ട് തന്നെ ആരോഗ്യ വകുപ്പ് മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ എന്നൊരു കാര്യത്തിലും ഇപ്പോൾ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതായത് പനിയുടെ എണ്ണത്തിലും അതോടൊപ്പം തന്നെ മറ്റ് സാംക്രമിക രോഗങ്ങളുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. പകർച്ചവ്യാധികളാണ് കൂടുതലും ഉണ്ടാകുന്നത്. കൊറോണയ്ക്ക് ശേഷം ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യം കൂടിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പഠനങ്ങളൊക്കെ നടത്തിയതിനു ശേഷം ഈ രോഗപ്രതിരോധത്തിന് വേണ്ടി അല്ലെങ്കിൽ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതിൻ്റെ പ്രതിരോധ മാർഗങ്ങൾ തീർക്കാനൊക്കെ ഒരുപക്ഷെ ആരോഗ്യവകുപ്പ് സമഗ്രമായി തന്നെ ഇടപെടേണ്ടതായിട്ടുണ്ട്. മഴക്കാല പൂർവ്വ ശുചീകരണങ്ങളൊക്കെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളെ കേന്ദ്രീകരിച്ച് ഡ്രെയിനേജ് വൃത്തിയാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ മഴ ശക്തമായി തുടർന്നതുകൊണ്ട് തന്നെ തദ്ദേശ വകുപ്പുകൾക്ക് ഇത്തരം പ്രവർത്തനങ്ങളിൽ കാര്യമായി തന്നെ ഇടപെടാൻ സാധിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാനൊക്കെ. അത്തരം കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഈ രോഗപ്രതിരോധം പോലുള്ള കാര്യങ്ങളിലേക്ക് സമഗ്രമായി ഇടപെടുന്നില്ല എന്നൊരു ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നതോടൊപ്പം തന്നെ സാംക്രമിക രോഗങ്ങളൊക്കെ പടർന്നു പിടിക്കുന്ന സാഹചര്യമാണ് രജനി.